ആഴ്ചത്തെ പണിപ്പുര ഷോപ്പിങ്ങിൻ്റെ ലാസ്റ്റ് ടാസ്ക്, 5ാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ടാസ്ക് 2 ഘട്ടങ്ങളായിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഘട്ടത്തിൽ 4 റൗണ്ടുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് BB ഡിബേറ്റ് ആണ്. 2ാമത്തെ ഘട്ടത്തിൽ 3 റൗണ്ടായിരിക്കും. അതെന്താണെന്നുള്ളത് പിന്നീട് നമ്മുടെ ബിഗ് ബോസ് അറിയിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ BB ഡിബേറ്റിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ്. 2 മിനിറ്റ് നേരമാണ് സംസാരിക്കേണ്ടത്. ഇന്നലെ ടാസ്കിന് പോയി തോറ്റ ആൾക്കാരില്ലേ, അവരാണ് ഇന്നത്തെ ജഡ്ജസ്, വിധികർത്താക്കൾ. അനീഷ്, ആര്യൻ, ജിസേൽ, അതുപോലെ ആദില നൂറിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തെടുക്കാം. ഇത്രയും പേരായിരിക്കും ജഡ്ജസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹോട്ട് സീറ്റിൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണോ വേണ്ടേ എന്നുള്ളതാണ്. ചോദിക്കണ്ട എന്ന് സരികയും ചോദിക്കാമെന്ന് സരികയ്ക്ക് ആദിലെ നൂറിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തെടുക്കാം. ഇയാളായിരിക്കും നമ്മുടെ സരികയുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. സരിക തിരഞ്ഞെടുത്തത് നൂറയാണ് കേട്ടോ. അപ്പോൾ ആദില വിധികർത്താവായിട്ട് പോവുകയും ചെയ്തു. ശൈത്യയ്ക്കും നിവീനുമാണ് കേട്ടോ 2ാമത്തെ ടോപ്പിക്ക് കിട്ടിയത്. ഈ ബിഗ് ബോസ് വീടിനകത്ത് നിലനിന്ന് പോകാൻ അർഹതയുള്ളത് ആര് എന്നുള്ളതാണ് 2ാമത്തെ ടോപ്പിക്ക്. 3ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രൂപ്പിസം. അത് നമ്മുടെ ബിഗ് ബോസ് അക്ബറിനിട്ട് കൊടുത്ത ഒരു ക്ലൂ ആണ് കേട്ടോ. എന്തോരം ഹിൻറ്റുകൾ നമ്മുടെ അക്ബറിന് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൊടുത്ത ഒരു ഹിൻ്റാണ് ഇതും. അതായത് അഭിലാഷ് ഗ്രൂപ്പിസത്തിൻ്റെ എതിരെയും അക്ബർ ഗ്രൂപ്പിസത്തിന് പോസിറ്റീവായിട്ടും സംസാരിക്കണം. ഇതായിരുന്നു 3rd ടോപ്പിക്ക്. 4ാമത്തെ ടോപ്പിക്ക് വന്നിട്ട് ഒനീലും ശാരികയും മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോയവരിൽ തിരിച്ചു വരാൻ അർഹതയുള്ളത് ആര് എന്നുള്ളതായിരുന്നു 4ാമത്തെ ടോപ്പിക്ക്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കിൽ വന്ന സരികയും നൂറയിലും സരികയാണ് വിജയിച്ചത്. വിജയിച്ച സരികയ്ക്ക് 150 പോയിന്റ്സ് ആണ് കിട്ടിയത്. നൂറയ്ക്ക് അത്രയധികം പോയിന്റ്സ് ഒന്നും പറയാനോ ടാസ്ക് നന്നായിട്ട് ചെയ്യാനോ കഴിഞ്ഞില്ല. 2ാമത് ശൈത്യയും നിവീനും ആയിരുന്നു. ശൈത്യ വളരെ നന്നായിട്ട് തന്നെ പുള്ളിക്കാരത്തിൻ്റെ പോർഷൻസ് ഒക്കെ നന്നായിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ നിവീൻ വളരെ കൂളായിട്ട് നിന്നിട്ട് ശൈത്യ ട്രിഗർ ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. ശൈത്യയ്ക്ക് അത് കൊള്ളുകയും ചെയ്തു. ശൈത്യ നിവീൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി 2 ടൈംസ്. അങ്ങനെ ശൈത്യ ഡിസ്ക്വാളിഫൈ ആയി പോവുകയാണ് ചെയ്തത്. നിവീൻ അവിടെ ജയിച്ച് 150 പോയിന്റ്സും കിട്ടി. 3ാമത് അഭിലാഷും അക്ബറും ആയിരുന്നു. സത്യത്തിൽ അഭിലാഷിന് കൃത്യമായിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു കയറാൻ പറ്റിയില്ല. അക്ബർ കൂടുതൽ പോയിന്റ്സ് അവിടെ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അക്ബറിന് ഗ്രൂപ്പിസത്തിനെ പോസിറ്റീവായി പറഞ്ഞ രീതിയിൽ അവിടെ ജയിക്കാൻ പറ്റിയത്. 150 പോയിന്റ്സും കിട്ടി. പിന്നെ ഒനീലും ശാരികയിലും 2 പേരും നന്നായിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ ശാരിക 6 പോയിന്റ്സേ പറഞ്ഞോളൂ. ഒനീൽ 10 പോയിന്റ്സ് പറഞ്ഞു എന്ന പേരിലാണ് നമ്മുടെ വിധികർത്താക്കൾ ഒനീലിന് ജയിച്ചതായിട്ട് പറഞ്ഞത്. അങ്ങനെ ഒനീലിനും കിട്ടി 150 പോയിന്റ്സ്. ഇതൊരു ടീം ടാസ്ക് ആയിരുന്നില്ല, ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2ാം ഘട്ടത്തിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ വീടിനകത്ത് ടാസ്കിനെ പറ്റിയുള്ള ചർച്ചകളെല്ലാം പൊടിപൊടിക്കുന്നുണ്ടേ. ഈ ടാസ്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പോരട്ടെ.